നല്ല സെഡക്റ്റീവായിട്ടുള്ള ഒരേ ഒരു വനില ഫ്രാഗ്രൻസ് ആണ് എൻ്റെ കളക്ഷനിലുള്ളത്. എൻ്റെ കളക്ഷനിൽ വനില ബേസ്ഡ് പെർഫ്യൂം ഒരുപാടുണ്ട്. ഏകദേശം ഒരു 5, 6 എന്ന് പക്ക വനിലായിട്ട് വരുന്ന 5, 6 ഉണ്ട്. പക്ഷെ അതിൽ നല്ല സെഡക്റ്റീവായിട്ടുള്ള അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും നല്ല പെർഫോമൻസ് വരുന്ന ഒരേ ഒരു പെർഫ്യൂമാണ് എക്സോട്ടിക് വെനില ഫ്രം എക്സ്വിപ്പോ. ലുക്ക് അറ്റ് ദ ടിൻ. ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിരുന്നു. ഞാൻ റിവ്യൂ ചെയ്തതിന് ശേഷം എനിക്ക് ഈ സ്മെല്ല് ഒന്നും കൂടി സ്പെഷ്യലായിട്ട് തോന്നി. ഞാൻ നേരെ എന്ത് ചെയ്തു, ഇത് വൈഫിനോട് പറഞ്ഞു, ഒരു 2 വീക്സ് നീ ഈ പെർഫ്യൂം തന്നെ യൂസ് ചെയ്താൽ മതി, എനിക്കൊന്ന് ഒബ്സർവ് ചെയ്യാനെന്ന് പറഞ്ഞു. പക്ഷെ അവൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഏകദേശം ഒരു 4 ഫീറ്റിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. എപ്പോഴേ അടിച്ചിട്ടുള്ള ഫസ്റ്റ് 2 മണിക്കൂറൊക്കെ 4 ഫീറ്റിൽ, അതും ഞാൻ ചൂടത്തല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു വിൻഡി ക്ലൈമറ്റിൽ. ഇപ്പോൾ ഓവർ വിൻഡി ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും ചെറിയ ചൂടും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഈ ആ എക്സോട്ടിക് വെനിലാണോ യൂസ് ചെയ്തിട്ടുള്ളത്? കാരണം ഞാൻ അടിക്കുമ്പോൾ എനിക്ക് ആ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്മെല്ലല്ല കിട്ടുന്നത്. പക്ഷെ ഇവള് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ ഒരു പ്രൊജക്ഷൻ കിട്ടുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വേറെ ലെവൽ ടൈപ്പ് സ്മെല്ലാണ്. അടിപൊളി നല്ലൊരു വെനില, കോഫി, ഫ്രൂട്ടി, മസ്കി, അതുപോലെ ഒരു ജാസ്മിനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെനില കോഫി. ലൈറ്റായിട്ടുള്ളൊരു സ്മോക്കിനെസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു കോഫി വെനില മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു വെനില ഫ്രാഗ്രൻസ്. ഏകദേശം ഒരു വിൻ്ററിൽ നൈറ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് 3 hours നല്ല പ്രൊജക്ഷൻ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തെങ്കിലും പുറത്തോട്ട് നല്ല പ്രൊജക്ഷൻ ഉണ്ട്. അതുപോലെ ഒരു 7+ hours ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ വിൻ്ററിൽ, അതൊരു സ്പ്രിംഗ് സീസണിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിൻഡി ക്ലൈമറ്റിലാണ് ഇത് കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യൽ. 175 dirhams ആണ്, 100 ml വരുന്നുണ്ട്. പൈസക്കുള്ള മുതലുണ്ട് ഈ സാധനം. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് റിവ്യൂ ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് വൈഫിന് യൂസ് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതൊന്നും കൂടി ഒന്ന് ചെയ്തതാണ്. ട്രൈ ദിസ് വൺ.